വനം DFO ഓഫീസിന് സമീപത്തെ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി ആദിവാസി യുവാക്കൾ. പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണി. പരമ്പരാഗതമായി വനത്തിനകത്ത് താമസിക്കുന്ന ഒരു കാട്ടുനായക്ക സമുദായത്തിൽപ്പെട്ട ആളാണ്. ഞങ്ങൾ 2019 പ്രളയത്തിന് ശേഷം വനാവകാശത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുകയും അപേക്ഷ കൊടുത്തിട്ട് സ്വീകരിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ഞങ്ങൾക്ക് ഉത്തരവ് അനുകൂല വിധി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഭൂമിയൊന്നും ലഭിക്കാത്തതിനാൽ ഞങ്ങൾ പിന്നെയും പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ 18 കുടുംബത്തിൻ്റെ രേഖയാണ് ഇപ്പോൾ DFO ഒപ്പിട്ട് തന്നിട്ടുള്ളത്. അതിനുശേഷം ഒരു കുടുംബത്തിന് പോലും ഒപ്പിടാതെ വെച്ച് നീട്ടിക്കൊണ്ട് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ബന്ധപ്പെട്ട് ഒരു 3 മാസം മുമ്പ് ഞങ്ങളൊരു പ്രതിഷേധം ധർണയൊക്കെ നടത്തി. അതിലും പരിഹാരമായിട്ടില്ല. അന്ന് ഞങ്ങൾക്കൊരു കടലാസാണ് ഒപ്പിട്ട് തന്നിട്ടുള്ളത്, ഒരു വെള്ള പേപ്പറിൽ. എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാം എന്നുള്ളത് വാഗ്ദാനങ്ങൾ മാത്രമാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരും കൂടി ഒപ്പിട്ട് കിട്ടണം, ഞങ്ങൾക്ക് സുഖമായിട്ട് വീട് വെച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ്. കരുളായി വനത്തിലെ മുണ്ടക്കടവ് നഗറിലെ ബാബുരാജ്, വിനീത് എന്നിവരാണ് നിലമ്പൂർ സൌത്ത് DFO ഓഫീസ് കോമ്പൌണ്ടിലെ പാലമരത്തിൽ കയറിയത്. പോലീസും വനപാലകരും താഴെ ഇറക്കുവാനുള്ള ശ്രമം തുടരുകയാണ്. പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട മാസങ്ങളായി ചർച്ച നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് DFOയുമായി ചർച്ച ചെയ്യുവാൻ ഇന്ന് ഉച്ചയോടെ DFO ഓഫീസിലെത്തിയതായിരുന്നു നഗർ നിവാസികൾ. ചർച്ചയിൽ അനുകൂല തീരുമാനം ആവാത്തതിനെ തുടർന്നാണ് രണ്ടുപേർ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. SS Gold, pure gold. SS Group, Nilambur.